ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ആഭ്യന്തര കർമ്മ ആത്മീയതയുടെ 223 സെഷനാണല്ലോ ഇത്. 6-ാം സ്ഥാനത്തെക്കുറിച്ചുള്ള 63-ാമത്തെ വിചിന്തനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. 6-ാം സ്ഥാനത്തെക്കുറിച്ചുള്ള 11-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ ഖണ്ഡികയിലാണല്ലോ നമ്മൾ കണ്ടു നിർത്തിയത്. ആത്മാവിന് ദൈവസായുജ്യം പ്രാപിക്കാനുള്ള അദമ്യമായ ആഗ്രഹം, ദാഹം, സാധിക്കാതെ വരുന്നതിൻ്റെ വലിയ ക്ലേശം, മരണതുല്യമായ യാതന, അത് പറഞ്ഞ് വിവരിക്കുമ്പോൾ അതിനിടയിൽ അമദ്രേസ്യ നരകത്തിൽ പെടുന്ന ആത്മാക്കളുടെ അവസ്ഥ എന്താണെന്ന് ഒരു നിമിഷം ഒന്ന് മറുവശം ചിന്തിച്ച് വിവരിക്കുന്നതാണ് നമ്മൾ ഈ ഒരു 7-ാമത്തെ ഖണ്ഡികയിൽ കണ്ടത്. അങ്ങനെയുള്ള ഭീകരമായ നരകാവസ്ഥ അത് വിവരിച്ചിട്ട് അത് ചെന്ന് പെടുന്നതിനേക്കാൾ ഇപ്പോഴത്തെ ഈ ലോകത്തില് ജീവിതകാലത്തുള്ള ഏത് സഹനമാണ് നമുക്ക് കൂടുതലായിട്ട് തോന്നാനിട വരിക. ഒരു സഹനം അധികമല്ല എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കണം എന്ന് നമുക്ക് സൂചിപ്പിക്കുകയായിരുന്നു. നമുക്ക് തുടരുകയാണ്. ആത്മാവിന്റെ വ്യസനം എത്ര ഉഗ്രമെന്നും ശരീരത്തിന്റെ വേദനയിൽ നിന്ന് അത് എന്തുമാത്രം വ്യത്യസ്തമെന്നും അനുഭവജ്ഞാനമില്ലാത്തവരെ ഗ്രഹിപ്പിക്കുക അസാധ്യമെന്ന് പറയേണ്ടിയിരിക്കുന്നു. ആത്മാവിന്റെ ഈ വേദന അറിഞ്ഞിട്ടില്ലാത്ത ഒരു വ്യക്തിയോട് ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്താനായിട്ട് സാധിക്കുകയില്ല. ഏതൊരു അനുഭവം അങ്ങനെ തന്നെയാണല്ലോ. അനുഭവം ഇല്ലാത്ത ഒരു വ്യക്തിക്ക് അതേപ്പറ്റി ആരെത്രയെല്ലാം പറഞ്ഞാലും തിരിയുകയല്ല. അല്ല, സമാനമായ ഏതെങ്കിലും അനുഭവത്തിന്റെ അല്പമെങ്കിലും ഉണ്ടെങ്കിലും താരതമ്യം ചെയ്യുമ്പോൾ ഒരു അനുഭവം പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എത്ര പറഞ്ഞാലും അത് തിരിയത്തില്ല. അങ്ങനെ വശം അവിടെയുണ്ട്. എങ്കിലും നാം അത് മനസ്സിലാക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇപ്പോഴത്തെ നിലയിൽ നമ്മെ എത്തിച്ചതിന് അവിടുത്തെ നേർക്ക് നമുക്കുള്ള അപാരമായ കടപ്പാടിനെ കുറിച്ച് നാം അധികം ബോധ്യമുള്ളവരാകുവാൻ അത് ഉപകരിക്കും. അപ്പൊ നമ്മള് ഈ ആത്മീയ മേഖലയിലുള്ള ഈ വേദനയുടെ ആധിക്യം, ദാഹത്തിന്റെ ആധിക്യം, അതേക്കുറിച്ച് ദൈവം ഇങ്ങനെ അനുഭവിച്ചറിയാൻ അനുവദിക്കുന്നുണ്ട്. ഈ അന്വേഷണത്തിൽ പോകുന്നവർക്ക് ദൈവം അനുവദിക്കുന്നത് അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിന്റെ നന്മ നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കൂടിയാണ്. ഇപ്പോഴത്തെ നിലയിൽ നമ്മെ എത്തിച്ചതിന് അവിടുത്തെ നേർക്ക് നമുക്കുള്ള അപാരമായ കടപ്പാടിനെ കുറിച്ച് നാം അധികം ബോധ്യമുള്ളവരാകാൻ നമുക്ക് ഉപകരിക്കും. ദൈവം എന്തുമാത്രം അനുഗ്രഹമാണ് നമ്മളെ ചൊരിയെന്നുള്ള ബോധ്യത്തിലേക്ക് നമ്മൾ എത്താൻ ഇടവരുത്തും. അവിടുത്തെ കാരുണ്യത്താൽ ഈ അവസ്ഥയിൽ നമുക്ക് സ്വാതന്ത്ര്യവും പൗമോചനവും സിദ്ധിക്കുമെന്ന പ്രതീക്ഷ നമുക്കുണ്ടല്ലോ. ദൈവത്തിന്റെ കാരുണ്യം കൊണ്ടാണ് ഈ ഒരു ആത്മീയ രൂപാന്തരീകരണ അനുഭവം വളർച്ച എല്ലാം നമുക്ക് കിട്ടുക എന്നുള്ളത്. 8-ാമത്തെ ഖണ്ഡിക വീണ്ടും ആ നരക പരാമർശനം കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് അമദ്രസ്യം വരികയാണ്. പ്രകൃതത്തിലേക്ക് നമുക്കിനി പിന്തിരിയാം വിഷയത്തിലേക്ക്. ആത്മാവിന് ഭവിക്കുന്ന ദുർവഹമായ മനോവ്യഥയാണല്ലോ നമ്മുടെ പ്രതിപാദ്യം. ഈ അധ്യായത്തിന്റെ പറഞ്ഞ അതാണ്. ആ ഉഗ്രത അധിക സമയത്തേക്ക് ദീർഘിക്കുകയില്ല. 3-4 മണിക്കൂറിലധികം ആവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒത്തിരി നീണ്ടു നിൽക്കുന്ന ഒരു വ്യഥയുടെ അനുഭവം ആയിരിക്കില്ലത്. കൂടുതൽ നീണ്ടു പോയാൽ സ്വാഭാവിക ദൗർബല്യത്തിന് താങ്ങുവാൻ ഒരു അനുഭവം തന്നെ വേണ്ടി വരും. കൂടുതലായിട്ട് ഈ ഒരു വ്യഥയുടെ അനുഭവം നീണ്ടുപോയാൽ ശരീരത്തിന്റെ സ്വാഭാവിക ബലഹീനതകൾ വെച്ച് പരിഗണിക്കുമ്പോൾ താങ്ങാൻ ശരീരത്തിന് പറ്റത്തില്ല. അതുകൊണ്ടും കൂടെ ദൈവം അത് നീണ്ടുപോകാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഒരവസരത്തിൽ 1/4 മണിക്കൂറിലധികം അത് ദീർഘിച്ചില്ല. സ്വന്തം അനുഭവം പറയുകയാണ്. എങ്കിലും വല്ലാതെ കഷണിച്ചു പോയി ബ്രോക്കൺ ടു പീസസ് എന്ന് വിവർത്തനം പറഞ്ഞിരിക്കുകയാണ്. ബ്രോക്കൺ ടു പീസസ്, കഷ്ണമായിട്ട് ഞുറുക്കപ്പെടുന്ന ഒരു അനുഭവമായി പോയി. 1/4 മണിക്കൂർ സമയമേ, 15 മിനിറ്റ് സമയം അങ്ങനത്തെ അനുഭവം മദ്രസയ്ക്ക് ഒരിക്കലും ഉണ്ടായുള്ളെങ്കിൽ പോലും അപ്രാവശ്യം വാസ്തവത്തിൽ പൂർണ്ണ ബോധക്ഷയമാണ് ഉണ്ടായത്. പൂർണ്ണമായിട്ടും ബോധം നഷ്ടപ്പെട്ടൊരവസ്ഥയിലാണ് ഈ ഒരു ആത്മീയ അനുഭവത്തിലേക്ക് പോയത്. നമ്മൾ തീർച്ചയായും പറയുകയാണ്. ജീവിതം അവസാനിക്കുന്നില്ലല്ലോ എന്ന ആശയം ദ്യോതിപ്പിക്കുന്ന ഒരു ഗാനശകലം ശ്രവിച്ച മാത്രയിലാണ് ഉഗ്രമായ ആ ആഘാതമുണ്ടായത്. നേരത്തെ പറഞ്ഞു, ഒരു ആഗ്നേയ അസ്ത്രം വന്ന് തറയ്ക്കുന്ന പോലെയാണ്. അതിനുള്ള പശ്ചാത്തലം പറഞ്ഞ് ഓർമ്മിക്കുന്നുണ്ടല്ലോ. നേരത്തെ ഇതിൽ തന്നെ ജീവിതം മരണത്തിലൂടെ ദൈവത്തെങ്കിലേക്ക് പോകാനായിട്ട് താമസം വരുന്നല്ലോ എന്നൊക്കെയുള്ള ഒരു ചിന്ത വന്നാൽ മതിയാവും. അത്ര ചിന്ത വരുമ്പോൾ തന്നെ ചിലപ്പോൾ ഒരു ആഗ്നേയ അസ്ത്രം വന്ന് തറയ്ക്കുന്ന പോലത്തെ അനുഭവം വരികയാണ് ആഘാതമായിട്ട്.
നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ ഇവിടെ സ്വന്തം ഒരു അനുഭവത്തിലേക്ക് വരികയാണ്. അപ്പോൾ അത് ഉണ്ടായത് എങ്ങനെയാണ്? ഒരു പാട്ടിന്റെ ഈരടി കേട്ടപ്പോഴാണ് അമ്മത്രേസ്യക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ആഘാതം വന്നിട്ട് ബോധക്ഷയം ഉണ്ടായി വീണു പോകാനിട വന്നത്. അവിടെ ബ്രാക്കറ്റിൽ പ്രസാദന പറഞ്ഞിരിക്കുകയാണ്, വിശുദ്ധ വാരത്തിലെ അവസാന ദിവസം, ഉയർപ്പ് തിരുനാൾ ദിവസം അവൾ സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. വലിയാഴ്ച മുഴുവനും അതീവ ശുഷ്കതയിലാണ് കഴിഞ്ഞു കൂടിയത്. മഹത്തായ ആ ദിവസങ്ങളുടെ ഗാംഭീര്യം സത്യത്തിൽ പെടുക പോലും ചെയ്തിരുന്ന് പറയാം. അപ്പോൾ വിശുദ്ധ വാരത്തിലെ അവസാന ദിവസം അവൾ സഹോദരിമാരുമായിട്ട് ഇങ്ങനെ സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ ആ സമൂഹത്തിലുണ്ടായിരുന്ന ഒരു സിസ്റ്റർ അവര് ദൈവത്തിന് വേണ്ടിയുള്ള ദാഹത്തെക്കുറിച്ച് എഴുതിയ ഒരു പാട്ട് അവിടെ ഇങ്ങനെ ശ്രുതിമധുരമായിട്ട് ആലപിച്ചു കേൾപ്പിക്കുകയുണ്ടായി. ആ പാട്ട് കേട്ട ക്ഷണത്തിൽ അമ്മത്രേസ്യ ഇങ്ങനത്തെ ഒരു ഭാരവേശ അനുഭവത്തിലേക്ക് പോയത്. അപ്പൊ അതിനു മുമ്പുള്ള ആ വലിയ ആഴ്ചയിൽ മുഴുവൻ ശുഷ്കതയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓശാനയും പെസഹ വ്യാഴവും ദുഃഖവെള്ളിയും വലിയ ശനിയാഴ്ചയും എല്ലാം യാതൊരു അനുഭവമില്ലാത്ത പോലെ ഒരു പ്രാർത്ഥനയും നല്ല മനസ്സിൽ തട്ടുന്നോ സ്പർശിക്കൊന്നും ചെയ്യുന്നില്ലാത്ത അത് ശുഷ്കതയിലായിരുന്നു. അങ്ങനെ ഒരു ഞെരുക്കത്തിനോട് തമ്പുരാനോട് ദാഹിച്ചിരിക്കുമ്പോഴാണ് ആ ഒരു സഹോദരി ഒരു പാട്ട് ആലപിക്കുന്നത്. ഏതാദൃശ അനുഭവങ്ങൾ തടഞ്ഞു നിർത്താമെന്ന് വിചാരിച്ചാൽ അഗ്നികുണ്ഡത്തിൽ നിപതിക്കുന്നയാൾ തീജ്വാലകളുടെ ചൂടും ദാഹക ശക്തിയും നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണത്. നല്ലൊരു ഉദാഹരണം അമ്മത്രേസ്യ പറയുകയാണ്. തീച്ചോളയ്ക്കകത്തേക്ക് എടുത്തെറിയപ്പെട്ട ഒരു വ്യക്തി ആ തീക്കകത്ത് കിടന്ന് പൊള്ളി കത്തുമ്പോൾ അതിൻ്റെ തീയുടെ ചൂടിനെ കെടുത്താൻ നോക്കി അങ്ങനെ ഇരിക്കും. അത് സാധ്യമേ അല്ല എന്ന് പറഞ്ഞ പോലെയാണ് ഇങ്ങനെയുള്ള ഒരു ദാഹ അഗ്നിയിൽ ജ്വലിക്കുന്ന കത്തുന്ന വ്യക്തി, എരിയുന്ന വ്യക്തി അതിനെ ഓഫാക്കാനോ അവഗണിക്കാനോ വേണ്ടെന്ന് വെക്കാനോ മറികടക്കാനോ ശ്രമിക്കുന്നത്. അതൊട്ടും വിജയിക്കത്തില്ല. അതിനുള്ളിലെ സ്വന്തം അനുഭവം മറയ്ക്കുവാൻ അവൾക്ക് നിവൃത്തിയില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു അഗ്നിച്ചോടക്കകത്ത് കിടക്കുന്ന ഒരു വ്യക്തിക്ക് ചുറ്റുപാട് നോക്കി പുഞ്ചിരിച്ചോട് നിൽക്കാൻ പറ്റുമോ? സാരമില്ലെന്ന് പറഞ്ഞ് ശാന്തമായിട്ട് ഇരിക്കാൻ പറ്റുമോ? ആ തീരെ കത്തുന്ന അവസ്ഥയിൽ ആ വ്യക്തി കിടന്ന് പൊളയുകയാണ്, ചാടുകയാണ്, പൊള്ളുകയാണ്. അത് ആരെല്ലാം കണ്ടാലും നോക്കിയാൽ അതൊന്നും അവരെ ഓർത്തുകൊണ്ട് നിയന്ത്രിക്കാൻ മേലാത്ത പോലെ ആയി പോകുന്നു. അതാ പറഞ്ഞത്, അതിനുള്ള സ്വന്തം അനുഭവം മറയ്ക്കാൻ അവൾക്ക് നിവൃത്തിയില്ലല്ലോ. അതിന്റെ ദാരുണത പ്രേക്ഷകർക്കെല്ലാം ബോധ്യമായിരിക്കും. അപ്പൊ അന്ന് അമ്മത്രേസ്യ ഉയർപ്പ് തിരുനാൾ ദിവസം ഈ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഈ അഗ്നി കത്തലിന്റെ അനുഭവം അത് എല്ലാവരും കാണുകയും അമ്മത്രേസ്യ ബോധം കെട്ട് വീണ് ആ ഒരു ദാഹത്തിൽ അങ്ങോട്ട് കത്തുകയാണ്. അത് നിയന്ത്രിക്കാൻ മേലാതായി പോയി. 15 മിനിറ്റ് അത് ദീർഘിച്ചുള്ളൂ അമ്മത്രേസ്യ പറയുന്നത് എങ്കിൽ പോലും. പക്ഷെ അവരുടെ ഉള്ളിലെ സംഭവങ്ങൾ കാര്യങ്ങൾ ദൃക്സാക്ഷിയാവുക സാധ്യമല്ല. ഏതാനും പേർക്ക് നിഴല് പോലെ നിന്ന് അവളെ പരിചരിക്കാൻ മാത്രം സാധിച്ചേക്കും. ചുറ്റുമുള്ളവര് പരിചരണം കൊടുക്കും. പക്ഷെ എന്താണ് അവളുടെ ഉള്ളിൽ സംഭവിക്കുന്ന കാര്യം എന്ന് ആർക്കും മനസ്സിലാക്കാൻ പറ്റുകയില്ല. ഇവിടെ പ്രസാധകരുടെ അടുക്കുറിപ്പായിട്ട് കൊടുത്തിരിക്കുകയാണ് സംഭവത്തെക്കുറിച്ച് ചില വിശദീകരണങ്ങൾ. 1571 ഉയർപ്പ് തിരുനാളിൽ സലമാങ്ക മഠത്തിൽ വെച്ച് വിശുദ്ധ അമ്മത്രേസ്യയ്ക്കുണ്ടായ അനുഭവമാണ് ഈ പ്രകൃതത്തിലെ സൂചിതം. അന്ന് രാത്രി ഉല്ലാസ സമയത്ത് ഈശോയുടെ ഇസബൽ എന്ന നവസന്യാസിനി അവൾ തന്നെ രചിച്ച വേയാന്തേ മിസ് ഓജോസ് എന്നാരംഭിക്കുന്ന ഗാനം അത്യന്തം ശ്രുതിമധുരമായി പാടുകയുണ്ടായി. ദൈവത്തെ കൂടാതെയുള്ള ജീവിതം എത്ര ദുസ്സഹം എന്ന അതിലെ ആശയം പുണ്യവതിയെ ഹർഷപരവശയാക്കി. അപ്പൊ ആ ഒരു കവിതയിലെ ആശയം ദൈവത്തെ കൂടാതെ ജീവിക്കുക അത്ര ദുസ്സഹമാണെന്നൊരു ആശയമാണ് ആവർത്തിച്ച് ആ സഹോദരി എഴുതിയിരുന്നത്. അത് ശ്രദ്ധിച്ചപ്പോഴേ അമ്മത്രേസ്യ കത്താൻ തുടങ്ങി. കുപ്പർത്തിലെ പുണ്യവാൻ ഒരു മണിനാഥം കേൾക്കുമ്പോഴേ പൊങ്ങിപ്പോകുമായിരുന്നു. ഈശോയുടെ സ്വരം കേൾക്കുമ്പം, ഈശോയെ എന്നുള്ള നാമം കേൾക്കുമ്പം ദിവസത്തെ അതിൽ സംസാരിച്ചാൽ അപ്പോഴേ പൊങ്ങിപ്പോകുമായിരുന്നു. അങ്ങനെയുള്ളൊരു പള്ളി കണ്ടാൽ അപ്പോഴേ പൊങ്ങിപ്പോകുമായിരുന്നു. പരവശം ഉണ്ടായിട്ട് പറക്കുന്ന വിശുദ്ധൻ എന്ന് പറഞ്ഞ പോലെ നിസ്സാരമായ കാര്യം മതി. പെട്രോൾ പമ്പിൽ നമ്മൾ ചെല്ലുമ്പോൾ മൊബൈൽ ഫോൺ പോലും വർക്ക് ചെയ്യിക്കരുത് എന്ന് എഴുതി വെച്ചിരിക്കുന്നതാണ്. മൊബൈൽ ഫോണിനകത്ത് ചെറിയ സ്പാർക്ക് പോലെയുള്ളത് ചിലപ്പോൾ അവിടെയുള്ള പെട്രോൾ ബാഷ്പത്തിൽ ഉണ്ടെങ്കിൽ അത് തീ കത്തിക്കാൻ ഇടവരുത്തിന്ന് വരും. അത്ര നിസ്സാരമായ തീപ്പൊരി മതി പെട്രോൾ ബാഷ്പം നിറഞ്ഞു നിൽക്കുന്നിടത്ത് തീ പ്രളയം ഉണ്ടാക്കാനായിട്ട്. ഇവിടെ ഇതുപോലെ പെട്രോൾ ബാഷ്പം നിറഞ്ഞതുപോലെ ദൈവിക ദാഹം നിറഞ്ഞു നിൽക്കുന്ന അമ്മത്രേസ്യയുടെ ഉള്ളത്തിലേക്ക്
ആ കവിത പാട്ടിനകത്തെ ആ ദൈവത്തിന് വേണ്ടിയുള്ള ദാഹത്തിന്റെ പരാമർശനങ്ങൾ ആ തീപ്പൊരി മതിയായിരുന്നു കത്താൻ. എലിസബത്തിന്റെ വീട്ടില് പരിശുദ്ധ അമ്മ ചെല്ലുമ്പോൾ അഭിവാദനം പറഞ്ഞപ്പോഴേ അവിടെ കത്തി, ആത്മാവ് ജ്വലിച്ചു, സന്തോഷം കൊണ്ട് കുഞ്ഞു പോലും മുതിർത്തി കുതിച്ചാടി എന്നൊക്കെ പറയുന്ന പോലെ ഇതെല്ലാം നമുക്ക് ഒരുമിച്ച് കാണാവുന്ന അനുഭവങ്ങളുടെ തലങ്ങൾ തന്നെയാണ്. അപ്പൊ അങ്ങനെ ഹർഷപരവശയാക്കി തുറന്നുണ്ടായ മൂർച്ഛിത അവസ്ഥ അടുത്ത ദിവസം രാവിലെ വരെ ദീർഘിച്ചു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത്താഴം കഴിഞ്ഞ് സംസാരിച്ചിരുന്നപ്പോൾ ഉണ്ടായ ഒരു ആനന്ദ പരവശമാണ്, അത് അടുത്ത ദിവസം രാവിലെ വരെ ദീർഘിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അപ്പുറത്ത് അമദ്രസ്യ പറഞ്ഞത് 4 മണിക്കൂറിലധികം അത് നീണ്ടു നിന്നില്ല എന്നാണ് തോന്നുന്നത്. അത്രയാണ് അമദ്രസ്യയുടെ അനുഭവം. ഒരു പക്ഷേ അത്ര പെട്ടെന്ന് സമയം കടന്നു പോയതായിരിക്കും. സ്വർഗത്തിലെ സമയം ഒരിക്കലും എന്നതാ ഭാരമാവുകയല്ലെന്ന് പറയുന്നതിന്റെ സൂചന ഇപ്പൊ കാണാൻ പറ്റും. ഇവിടെ ആയിരിക്കും നന്നാണ് ഇപ്പൊ ഇവിടുന്ന് പോകണ്ട. കൂടാരം ഉണ്ടാക്കുന്ന പത്രോസ് പറഞ്ഞു താബോറിലുള്ള ദൈവാനുഭവം ഒന്ന് കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു അനുഭവം. അപ്പൊ അടുത്ത ദിവസം രാവിലെ വരെ നീണ്ടു നിന്ന് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അതിനിടയിലെ ഹൃദയഭേദകമായ അനുഭൂതിയിൽ നിന്ന് പരിശുദ്ധ കന്യകയുടെ ഹൃദയം വ്യാകുലവാളാൽ പിളർന്നപ്പോഴത്തെ വേദന എന്തായിരുന്നുവെന്നും മറ്റും അഭൂതപൂർവമായ ബോധം പുണ്യവതിക്ക് സിദ്ധിക്കുകയുണ്ടായി. അപ്പൊ ഹൃദയം വ്യാകുലവാളാൽ പിളരുന്നു എന്ന് പറയുന്ന അതിൻ്റെ അനുഭവത്തിൽ തിരിച്ചറിയാൻ പറ്റുക എന്ന് പറയുകയാണ്. വിവരണം 4:1. പ്രസ്തുത ഗാനത്തിന്റെ ഏകദേശ വിവർത്തനം ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അനുബന്ധം 1 കാണുക എന്ന് പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അത് നമുക്ക് അടുത്ത സെഷനിൽ ശ്രദ്ധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവനനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.